കേരളത്തിന്റെ മലപ്പുറം ജില്ല വിഭജിക്കണം കേട്ടോ. അടുത്ത പാകിസ്ഥാൻ ആക്കണമെന്നാണോ കാന്തപുരത്തിന്റെ ആഗ്രഹം, അതോ മലപ്പുറം ജില്ല മറ്റൊരു സംസ്ഥാനമായി മാറ്റണമെന്നാണോ കാന്തപുരത്തിന്റെ അഭിപ്രായം? ഞാൻ ആലോചിക്കുന്നത്, ഈ പാകിസ്ഥാൻ ഇല്ലായിരുന്നെങ്കിൽ ഈ സംഘികളൊക്കെ എന്ത് പറഞ്ഞൂടെ പിടിച്ചിരുന്നതിന്? ഏവനാണ് ഈ കാന്തപുരം? ഏവനാണ് ഈ കാന്തപുരം എന്ന് പറയുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, താനാരാ? തന്നെ ആർക്കെവിടെ അറിയാവുന്നത്? ഒരടച്ചിട്ട മുറിയിലിരുന്ന് ഇങ്ങനെ വർഗീയ വിഷം ചീറ്റുന്നതിനപ്പുറം തന്നെയൊക്കെ ആർക്ക് അറിയാവുന്നത്? അവനാരാ ഇവിടുത്തെ കേരളത്തിന്റെ രാജാവോ? അതേടാ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കാന്തപുരം ഒരു രാജാവ് തന്നെയാണ്. ദാ അങ്കപ്പാരി. കാന്തപുരം എന്ന് പറഞ്ഞാലേ അതൊരു ഒന്നൊന്നര മുതൽ തന്നെയാണ്. നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല. കേരളം വിഭജിക്കാന്ന് പറഞ്ഞാൽ തന്റെ വാപ്പയുടെ വകയൊന്നുമല്ലല്ലോ കേരളം, ആണോ? പിന്നെ തിരിച്ച് തന്റെ തന്തയുടെ വകയാണോ കേരളം എന്ന് ഞങ്ങൾ ചോദിക്കാത്ത എന്താ അറിയോ? അത് ഞങ്ങളുടെ മാന്യത കൊണ്ടാണ്. നിനക്ക് നിന്റെ അഭിപ്രായം പറയാൻ കഴിയുന്നത് പോലെ കാന്തപുരം ഉസ്താദിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അവിടെ പെറ്റുപെരുവി ജനക്കൂട്ടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞങ്ങോട്ട് തള്ളിത്തരാം. ഇവരുടെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാല് ഇവർക്ക് കുട്ടികളില്ല എന്ന് പറഞ്ഞ് കിടന്ന് കരയാതടാ. ഈ റൂമിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകും, എങ്കിലല്ലേ കുട്ടികൾ ഉണ്ടാവുള്ളൂ. ഈ റൂമിൽ ഇരുന്ന് ഇങ്ങനെ വർഗീയത പറയുന്നതിനൊക്കെ എവിടെ നടക്കും ഇതിനൊക്കെ സമയം? മുസ്ലിമീങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിൽ അസൂയപ്പെട്ടിട്ട് എന്താണ് കാര്യം? കിടന്ന് കരയാതെ മോങ്ങാതെ. തനിക്കുന്ന വേറെ ജോലി. പിന്നെ നിനക്ക് പാർലമെന്റിലായിരിക്കും ജോലി അല്ലേ? ഒന്ന് ഇറങ്ങി പോടാ അവിടുന്ന്. ഇനി നിനക്ക് കാന്തപുരം ആരാണെന്ന് കാണണമെങ്കിൽ 16-ാം തീയതി വെള്ളിയാഴ്ച തിരുവനന്തപുരത്തോട്ട് വന്നാൽ മതി. വീടിനടുത്ത് തന്നെയാണല്ലോ. ജസ്റ്റ് അവിടെ നിന്ന് പോയി നോക്കിയാൽ മതി. ആരാണ് കാന്തപുരം എന്താണെന്നൊക്കെ നിനക്ക് മനസ്സിലാവും.